الحمد لله الذي على العرش استوى وله الأسماء الحسنى والصفات العلى وصلى الله وسلم على النبي محمد صاحب الخلق والمنزل الأسنى وعلى آله وأصحابه أئمة أهل التقى وعنا معهم يا عالم السر والنجوى. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد. ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും കൂടെ നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഇബാദത്തുകളും അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോകുന്ന പോരായ്മകളും ന്യൂനതകളും വീഴ്ചകളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മനുഷ്യ ശരീരത്തിലെ ഒരുപാട് അവയവങ്ങൾ എല്ലാം അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. എല്ലാ അവയവങ്ങളുടെയും പ്രാധാന്യം ഒരുപോലെയല്ല. ചില അവയവങ്ങൾക്ക് ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഇസ്ലാം അതിനെയെല്ലാം പ്രത്യേകമായ പരിഗണനയോടുകൂടി കാണാൻ കൽപ്പിച്ചിട്ടുമുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മൾ സാധാരണ അറബി ഭാഷയിൽ പറയാറുള്ള ഖൽബ്, ഹൃദയം എന്ന് പറയാറുണ്ട്. ഈ ഹൃദയത്തിന് ചില പ്രത്യേകതകളുണ്ട്. അത് എല്ലാ സമയത്തും ഒരേപോലെ ആവുകയില്ല. ഖലബ എന്ന വാക്കിന് അർത്ഥം തന്നെ മറിച്ചിടുക എന്നാണ്. ഖലബ, ഖൽബ് എന്ന് പറഞ്ഞാൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇപ്പോൾ നമുക്ക് തോന്നുന്നതല്ല കുറച്ച് കഴിഞ്ഞാൽ തോന്നുക. ചിലപ്പോൾ നമുക്ക് തോന്നും കുറെ ഇരുന്ന് ഖുർആൻ ഓതണം, അല്ലെങ്കിൽ ചിലപ്പം കുറെ നേരം ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചാൽ തോന്നും എനിക്ക് ഇനി ഇങ്ങനെ നല്ല നല്ല പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യണം. കുറെ കഴിഞ്ഞാൽ മനസ്സ് അത് മാറുകയാണ്. അപ്പൊ നമ്മുടെ മാനസികാവസ്ഥയിൽ പോലും മാറ്റം വരാറുണ്ട്. ഇതിനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആ കാര്യം പഠിപ്പിച്ചു. റബ്ബിന്റെ കയ്യിലാണ് ഹൃദയം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ അത് കാണാനും സാധിക്കും. റബ്ബിന്റെ രണ്ട് വിരലുകൾക്കിടയിൽ ബൈന ഇസ്ബഅൈനി മിൻ അസ്വാബിഇർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് ഖൽബ്. യുഖല്ലിബുഹാ കൈഫ യശാ, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അതിങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ നിർത്താൻ ഉദ്ദേശിച്ച ഖൽബാണോ അതിനെ നേരെ നിർത്തും. ആ അല്ലാഹു അതിനെ തിരിച്ചിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അതിനെ തെറ്റിച്ചു കളയുകയും ചെയ്യും. സ്വഹാബി ശഹ്ർ ബിൻ ഹൗശബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഖുൽതു ലി ഉമ്മി സലമ റളിയല്ലാഹു അൻഹ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാര്യ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ഞാൻ ചോദിച്ചു, യാ ഉമ്മൽ മുഅ്മിനീൻ, അല്ലയോ ഉമ്മുൽ മുഅ്മിനീൻ, മാ കാന അക്തറു ദുആഇ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന അൻദകി, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുക്കലുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതലായി ചെയ്തിരുന്ന ദുആ ഏതാണ്? അതൊക്കെ സ്വഹാബത്തിന്റെ ആശകളാണ്, ആഗ്രഹങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൂടുതൽ പറഞ്ഞു എന്നറിയാൻ. അതോടൊപ്പം ഒരു ഇൽമ കരസ്ഥമാക്കലുമാണ് അവനവന്റെ പരലോക വിജയത്തിന് വേണ്ടി. ഈ സന്ദർഭത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന അക്സറു ദുആഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ദുആകളും നിർവഹിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായി നിർവഹിച്ച ദുആ, യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇത് നമ്മളൊക്കെ ചൊല്ലുന്നവരാണ്. ചൊല്ലുന്നവർ ഓർക്കുക, കൂടുതൽ ചൊല്ലണം. ചൊല്ലാത്തവരും അറിയാത്തവരും ഉണ്ടെങ്കിൽ ഓർക്കുക, അത് പഠിക്കണം. യാ മുഖല്ലിബൽ ഖുലൂബ്, ഖൽബുകളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ. റബ്ബിന്റെ ഒരു വിശേഷണമാണ് മുഖല്ലിബുൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. സബ്ബിത് ഖൽബി, എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ അലാ ദീനിക, നിന്റെ ദീനിൽ. കാരണം അതാണ് ഏറ്റവും വലിയ വിജയം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മാ അക്സറു ദുആഅക യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്. എന്തിനാണ് നിങ്ങൾ ഈ ദുആ ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലുന്നത്? ഇതാണല്ലോ നിങ്ങൾ കൂടുതലായി ചൊല്ലുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉമ്മ സലമ, അല്ലയോ ഉമ്മു സലമ, ഇന്നഹു ലൈസ ആദമിയുൻ, ലോകത്തെ ഏതൊരു മനുഷ്യനും ഇല്ലാ വഖൽബുഹു ബൈന ഇസ്ബഅൈനി മിൻ അസ്വാബില്ലാഹ്, എല്ലാ മനുഷ്യന്മാരുടെയും ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ വിരലുകൾക്കിടയിലാണ്. ഫമൻ ശാഅ അഖാമ, അല്ലാഹു ഉദ്ദേശിച്ചാൽ ആ ഹൃദയങ്ങളെ നേരെ നിർത്തും. ഒമൻ ശാഅ, അല്ലാഹു ഉദ്ദേശിച്ചാലോ അതിനെ അല്ലാഹു തെറ്റിച്ച് കളയുകയും ചെയ്യും. ചിലപ്പോ ഇന്ന് രാവിലെ സുബഹിക്ക് ശേഷം നമുക്ക് തോന്നിയുണ്ടാവും, അൽക്കൗഫ് ഓതണം. കുറച്ച് കഴിഞ്ഞപ്പോ തോന്നി വേണ്ടാന്ന്. ഒരേ ദിവസം പല തീരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നമ്മുടെ ഹൃദയം സബ്ബിത്ത് ഖൽബി അലാ ദീനിക്, റബ്ബേ നിന്റെ ദീനിൽ എന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണം. റബ്ബിനെ അത് കഴിയും. അതുകൊണ്ട് ആ ദുആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി നിർവഹിച്ചു. ഈ സംഭവം പറഞ്ഞ ശേഷം ഒരായത്ത് ഓതുക വിശുദ്ധ ഖുർആനിലെ, അതായത് സൂറത്ത് ആലി ഇംറാനിലെ 8-ാമത്തെ ആയത്ത്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തെറ്റിച്ചു കളയരുതേ. ഹിദായത്ത് കിട്ടിയിട്ട്, നന്മയുടെ വഴി കിട്ടിയിട്ട് പിന്നെ അതിൽ നിന്ന് തെറ്റിപ്പോകരുതേ. അതിനാണ് ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്യുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, പല പേരും പറയാറുണ്ട്, അള്ളാഹിന്റെ നാമത്തിൽ സത്യം ചെയ്യും, ബില്ലാഹി അല്ലാഹി എന്നൊക്കെ പറയാറുണ്ട്. അള്ളാഹുവാണ് സത്യം. പക്ഷേ അതിന് പുറമെ സത്യം പറയുമ്പോൾ അള്ളാഹിന്റെ റസൂൽ ഉപയോഗിച്ചൊരു വാക്ക്, ലാ വ മുഖല്ലിബൽ ഖുലൂബ്, ലാ വ മുഖല്ലിബിൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബ് തന്നെയാണ് സത്യം. അപ്പൊ സത്യം എന്ന് പറയുമ്പോൾ അതൊരു ഗൗരവമുള്ള കാര്യം പറയുമ്പോഴാണ്. ആ സന്ദർഭത്തിലും റസൂൽ ഉപയോഗിച്ച വാക്ക് വ മുഖല്ലിബിൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബാണ് സത്യം. ഹൃദയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നൽകിയിട്ടുണ്ട്. സൂറത്തുൽ അൻഫാലിലെ 24-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ, അല്ലാഹുവിനും റസൂലിനും ഉത്തരം കൊടുക്കുക. അല്ലാഹുക്കും റസൂലിനും ഉത്തരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ കൽപ്പന വരുമ്പോൾ സ്വീകരിക്കുക, പ്രവാചകന്റെ കൽപ്പനകൾ ഹദീസുകളിലൂടെ വരുമ്പോൾ സ്വീകരിക്കുക. ഇദാ ദആകും, അവർ നിങ്ങളെ വിളിച്ചാൽ. എന്തിനേക്കാ വിളിക്കുന്നത്? ലീമാ യുഹയ്യിക്കും, നിങ്ങൾക്ക് ജീവൻ നൽകുന്നത് കാര്യങ്ങളിലേക്ക്. ആത്മാവിന്റെ ജീവൻ, ഖൽബിന്റെ ജീവൻ, പരലോകത്തേക്കുള്ള ജീവൻ, അതാണ് ഖുർആനിലൂടെയും ഹദീസിലൂടെയും അല്ലാഹുവും റസൂലും നൽകുന്നത്. അതിലേക്കാ വിളിക്കുന്നത്. അതിലേക്ക് വിളിച്ചാൽ ഇസ്തജീബു, നിങ്ങൾ ഉത്തരം കൊടുക്കണം. വഅലമു, മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി അറിയണം. അതെന്താ? അന്നല്ലാഹ യഖൂലു ബൈനൽ മർഇ വ ഖൽബി, അല്ലാഹ് മനുഷ്യന്റെയും ഖൽബിന്റെയും ഇടയിൽ വരും എന്ന് പറഞ്ഞാൽ ആ ഖൽബിനെ അല്ലാഹ് ഉദ്ദേശിക്കുന്ന പ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ, ആ റബ്ബിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. അതും നിങ്ങൾ ഓർത്തിരിക്കണം. എന്തിനാണ് ഈ കാര്യം പറയുന്നത്? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശുദ്ധീകരിക്കാനും നന്നാക്കാനും ശ്രമിക്കേണ്ട അവയവമാണ് ഖൽബ്.
കണ്ണാടിക്ക് മുമ്പിൽ പോയി പലപ്പോഴും നിൽക്കാറുണ്ട്, ഒരുപാട് സമയം നിൽക്കാറുണ്ട്. പൗഡർ ഇട്ട് അല്ലെങ്കിൽ കൺമഷിയിട്ട് മിനുക്കുപണികൾ ചെയ്ത് അതിന്റെ വക്കും മൂലയും ഒക്കെ ശരിയാക്കി ചിലപ്പോൾ പൊടി അധികമുള്ളത് കൊട്ടിക്കളഞ്ഞ് പോരാതെ വന്നാൽ വീണ്ടും തേച്ച് കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുന്ന നമ്മൾ, നമ്മുടെ ഹൃദയം അത് പോക്കാണ് എങ്കിൽ പിന്നെ ആ മുഖത്തിന്റെ വെളുപ്പ് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഹൃദയം പോക്കാണ് എങ്കിൽ തലയിൽ നിങ്ങൾ തേക്കുന്ന എണ്ണ കൊണ്ട് യാതൊരു കാര്യവുമില്ല. ശരീരത്തിൽ നിങ്ങൾ തേക്കുന്ന ക്രീമുകൾക്ക് യാതൊരു ഫലവുമില്ല. ഹൃദയം പോക്കാണ് എങ്കിൽ. അതുകൊണ്ട് ഒരു മുസ്ലിം എപ്പോഴും ബുദ്ധികൂർമ്മതയോടുകൂടിയായിരിക്കണം. അള്ളാഹുവിനും അവന്റെ റസൂലിനും ഉത്തരം നൽകിക്കൊണ്ട് അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ തെറ്റിലേക്ക് ആക്കുന്ന രൂപത്തിൽ നമ്മൾ ആകാതെ സൽക്കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ദീനീ വിഷയങ്ങളിൽ ആത്മാർത്ഥത കാണിച്ച് നമ്മുടെ ഹൃദയത്തെ സത്യത്തിന്റെ മാർഗത്തിൽ നിലനിർത്താൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിലെ ഏറ്റവും നല്ല സൃഷ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ മുഴുവൻ നേതാവ്, പരലോകത്ത് അവിടെ ആർക്കും സംസാരിക്കാൻ അനുവാദമില്ലാത്ത സന്ദർഭത്തിൽ ശുപാർശക്ക് അനുവാദം ലഭിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗത്തിന്റെ വാതിൽ ആദ്യമായി പോയി മുട്ടുവാനും ആദ്യം വാതിൽ തുറക്കപ്പെടുവാനുമെല്ലാം തൗഫീഖ് ലഭിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗം ഗ്യാരണ്ടിയാണ്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൃദയത്തിന് പ്രാധാന്യം നൽകുന്ന, ഹൃദയത്തെ നന്നാക്കുന്നതിന് പ്രാധാന്യം നൽകുന്ന വിഷയത്തിൽ പഠിപ്പിച്ച ദുആകൾ 1, 2, 3 അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്ന പ്രാർത്ഥനകള് നമ്മൾ സാധാരണ ചൊല്ലാറുണ്ട് നമ്മളൊക്കെ, പക്ഷെ അർത്ഥം മാത്രം നമ്മൾ ആലോചിക്കാറില്ല. നോക്കൂ നിങ്ങൾ, പല പ്രാർത്ഥനകൾ അല്ലാഹുമ്മ ഇജ്അൽ ഫീ ഖൽബി നൂറാ, അല്ലേ? പള്ളിക്ക് പോകുമ്പോ അല്ലാഹുമ്മ ഇജ്അൽ ഫീ ഖൽബി നൂറാ വഫീ ലിസാനി നൂറാ വഫീ സമഇ നൂറാ വഫീ ബസരി നൂറാ വഅൻ യമീനി നൂറാ, കണ്ണിന് പ്രകാശം നൽകണേ, കാതിന് പ്രകാശം നൽകണേ, എന്റെ വലത്തും ഇടത്തും പ്രകാശം നൽകണേ. തുടക്കം എന്താ? അല്ലാഹുമ്മ ഇജ്അൽ ഫീ ഖൽബി നൂറാ. അതാണ് ഹൃദയത്തിന്റെ പ്രാധാന്യം. ഖൽബിന് നൂറ് തരണേ അല്ലാഹ്. അത് ഇരുട്ടാണെങ്കിൽ വേറെ എവിടെ വെളിച്ചം കിട്ടിയിട്ടും കാര്യമില്ല. മാത്രവുമല്ല, അവിടെ ഇരുട്ടാണ് എങ്കിൽ വേറെ എവിടെയും വെളിച്ചം കിട്ടുകയില്ല. മറ്റൊരു പ്രാർത്ഥന നോക്കി നിങ്ങൾ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശഅ, അല്ലേ? റബ്ബേ, ഉത്തരം തരാത്ത പ്രാർത്ഥനയിൽ നിന്ന് നിന്നോട് ഞാൻ ശരണം തേടുന്നു എന്നൊക്കെ അർത്ഥം വരുന്നൊരു പ്രാർത്ഥന ഉണ്ട്. അതിന് തുടക്കം എന്താ? റബ്ബേ, പേടിയില്ലാത്ത ഹൃദയത്തെ തൊട്ട് നിന്നോട് ഞാൻ ശരണം തേടുന്നു. ഹൃദയം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ നിന്നെക്കുറിച്ച് പേടിയില്ല, നിന്നെക്കുറിച്ച് ബോധമില്ല. അങ്ങനെയുള്ള ഹൃദയം റബ്ബേ, അതിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അവിടെയും ഹൃദയത്തിന് വേണ്ടിയാ പ്രാർത്ഥന. അല്ലാഹുമ്മ നഖി ഖൽബി മിനൽ ഖതായാ കമാ യുനഖ്ഖ സൗബുൽ അബ്യദു മിനദ് ദനസ്, അല്ലേ? മയ്യത്ത് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാതെയും ആ പ്രാർത്ഥന വരുന്നുണ്ട്. അല്ലാഹുമ്മ നഖി ഖൽബി, റബ്ബേ ഖൽബിനെ ശുദ്ധീകരിക്കണേ, ഖൽബിനെ വൃത്തിയാക്കി തരണേ. ഏതുപോലെ? വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധിയാക്കുന്നത് പോലെ. കളറുള്ള വസ്ത്രം ശുദ്ധിയാക്കിയാലും അതിന്റെ ഉദിപ്പറിയില്ല. വെള്ളവസ്ത്രം അങ്ങനെയല്ല, ചെറിയൊരു പാടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. അപ്പൊ അത് എത്രമാത്രം വെള്ള പരിപൂർണ ശുദ്ധിയാണോ അതുപോലെ എന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കി തരണമേ. ഹൃദയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. റബ്ബേ, എന്റെ ഖൽബിനെ, നഫ്സിനെ നന്നാക്കി തരണേ, അതിനെ നീ പരിശുദ്ധമാക്കി തരണമേ. നീയാണ് അതിനെ പരിശുദ്ധമാക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ. അൻത വലിയുഹാ വമൗലാഹാ, നീയാണ് അതിന്റെ യജമാനൻ, നീയാണ് അതിനോട് മസ്തൻ, നിന്റെ കയ്യിലാണത്. അപ്പൊ സഹോദരന്മാരെ, നമ്മുടെ പ്രാർത്ഥനകളിൽ നിരന്തരമായി വരേണ്ടുന്ന ഒരു കാര്യമാണ് ഹൃദയത്തിന്റെ ശുദ്ധീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ആ വിഷയത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. ഹൃദയങ്ങൾ മാറിപ്പോകുന്ന അവസ്ഥകൾ വരുന്നതിന് മുമ്പ് നമ്മൾ നന്മ വർദ്ധിപ്പിക്കാനുള്ള ഉപദേശം അതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. ഇന്ന് തോന്നുന്നത് ചിലപ്പോൾ നാളെ തോന്നൂല. അപ്പൊ ഇന്ന് നന്മക്ക് തോന്നുന്ന ഒരു സമയമാണോ ഉടനെ നന്മ ചെയ്യണം. കാരണം നാളെ കൽബ് മാറി എന്ന് വരാം. ഇനി മാറാതിരിക്കാനോ പ്രാർത്ഥിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാദിറു ബിൽ അമാൽ, നിങ്ങൾ കർമ്മങ്ങൾ കൊണ്ട് മുന്നേറണം. ഫിത്ന, ചില ഫിത്നകളും കുഴപ്പങ്ങളും വരുന്നതിന് മുമ്പ്. ആ ഫിത്നകൾ ഇരുൾ മുറ്റിയ രാത്രിയുടെ കഷ്ണം പോലെയാണ്. ഭീകരമായിരിക്കും, ഭയാനകരമായിരിക്കും. കർമ്മങ്ങൾ ചെയ്യാനും നന്മ ചെയ്യാനും സാധ്യമല്ലാത്ത വിധം ഇരുൾമുറ്റിയ അവസ്ഥകളും ഫിത്നകളും കടന്നു വരാറുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ കർമ്മങ്ങൾ ചെയ്തുകൊള്ളുക. എന്തേ കാരണം? യുസ്ബിഹുർ റജുലു മുഅ്മിന, ഒരാൾ രാവിലെ മുഅ്മിനായിരിക്കും, വയുംസി കാഫിറ, വൈകുന്നേരം കാഫിറായിട്ടുണ്ടായിരിക്കും. വയുംസി മുഅ്മിന, വൈകുന്നേരം മുഅ്മിനായവൻ, വയുസ്ബിഹു കാഫിറ, രാവിലെ കാഫിറായിട്ടുണ്ടായിരിക്കും. എന്താ? ഹൃദയത്തിന്റെ മാറ്റമാണ്.
ചിന്തകളുടെ മാറ്റമാണ്. കാരണം സാഹചര്യങ്ങൾ അങ്ങനെയാണ് വരുന്നത്. അതിനൊക്കെ മുമ്പ് ഇതാ ചെയ്യാനുള്ളതൊക്കെ എന്തൊക്കെയുണ്ടോ അതൊക്കെ നീ ചെയ്തു കൊള്ളുക നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിർദ്ദേശമാണ്. മനുഷ്യന്റെ രൂപത്തിലേക്കോ അവന്റെ സമ്പത്തിലേക്കോ അവന്റെ ശരീരത്തിന്റെ ആ ബാഹ്യമായ ഭംഗിയിലേക്കോ വസ്ത്രത്തിലേക്കോ ഒന്നുമല്ല അല്ലാഹു തആല നോക്കുന്നത്, മറിച്ച് ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്ന കൃത്യമായ ബോധ്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനകളൊക്കെ, അതുകൊണ്ടാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ, അതുകൊണ്ടാണ് നമ്മോടും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പഠിപ്പിച്ചത്. ഇന്നല്ലാഹ തആല, നിശ്ചയമായും അല്ലാഹു ലാ യൻദുർ ഇലാ സുവരിക്കും വഅബ്വാരിക്കും. നിങ്ങൾ എത്രത്തോളം പണമുള്ളവനാണ്, വലിയ കുടുംബ മഹിമുള്ള ആളുകൾ ആരാ, നിറമുള്ളവനാരാ, അതൊന്നുമല്ല അല്ലാഹുവിന്റെ നോട്ടം, അതൊന്നുമല്ല. വലാകിൻ ഇന്നമാ യൻദുർ ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. ആ ഹൃദയത്തിൽ എത്രത്തോളം അല്ലാഹുവിനെ കുറിച്ച് പേടിയുണ്ട്, ആ ഹൃദയത്തിൽ എത്രത്തോളം ഇസ്ലാമിനോട് സ്നേഹമുണ്ട്, ആ ഹൃദയത്തിൽ എത്രത്തോളം നന്മയെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. റബ്ബിന്റെ നോട്ടം അങ്ങോട്ടാണ്. അതുകൊണ്ട് നമ്മൾ എത്ര ഭംഗിയുള്ള വസ്ത്രമിട്ടാലും എത്ര നന്നായി നമ്മൾ അലങ്കരിച്ച് നടന്നാലും ഒരു കാര്യമില്ല, ആ ഹൃദയം നന്നായിട്ടില്ലെങ്കിൽ. ഹൃദയം നന്നായാൽ അതിന്റെ അനുസൃതമായി കർമ്മങ്ങൾ വേറെ വരും. അപ്പൊ റബ്ബ് കർമ്മത്തിലേക്ക് നോക്കുന്നുണ്ട്. മാത്രമല്ല ഹൃദയം നന്നായാൽ ഒക്കെ നന്നായി എന്നാണ് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അലാ അറിയണം, വഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. മുദ്ഗത്ത് പറഞ്ഞാൽ എല്ലില്ലാത്ത മാംസത്തിന്റെ മാത്രം കഷ്ണം, അതിനാ മുദ്ഗത്ത് അറിയാം. ഒരു മുദ്ഗത്തുണ്ട്, ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. വൈദാ ഫസദത്, അത് കേടുവന്നാലോ ഫസദൽ ജസദു കുല്ലു, ശരീരം മുഴുവൻ കേടുവന്നു. അലാ അറിയണം, വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. ആ ഹൃദയത്തിനകത്തുണ്ടോ, അകത്ത് എന്തുണ്ടോ അതാ നാവിലൂടെ വരിക. ഹൃദയത്തിനകത്ത് എന്തുണ്ടോ അതനുസരിച്ച കാഴ്ചകൾ, ഹൃദയത്തിനകത്ത് എന്തുണ്ടോ അതനുസരിച്ച പ്രവർത്തനങ്ങളും ഇബാദത്തുകളും നന്മകളും തിന്മകളും ഒക്കെ. അതുകൊണ്ടാണ് അത് നന്നായാൽ ഒക്കെ നന്നായി എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ആദ്യം നന്നാക്കേണ്ടത് ആ ഹൃദയം തന്നെയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അൽ ഖൽബു ഹുവൽ അസ്ലു, ഖൽബാണ് അസ്ല്. അസ്ല് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം അതാണ്. ഫൈദാ കാന ഫീഹി മഅരിഫത്തുൻ വഇറാദത്തുൻ, ഖൽബിനകത്ത് അറിവും ഉദ്ദേശങ്ങളും നന്മയും ഉണ്ടെങ്കിൽ സറാ ദാലിക ഇലൽ ബദൻ, അത് ശരീരത്തിലേക്ക് ഇങ്ങനെ വരും. ബിൽളറൂറ, നിർബന്ധമായി വരും. ഖൽബിനകത്തുണ്ടോ അത് പുറത്തേക്ക് വരും. ചില ആൾക്കാർ പറയാറില്ലേ, പിന്നെ ഹൃദയത്തിലേക്ക്, ഹൃദയമാണ് പിന്നെ നോക്കിയാൽ മതി, ബാക്കിയുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ബിരിയാണിക്ക് താഴെ തുണിയെടുക്കുക എന്നിട്ട് പറയും അല്ല ഹൃദയത്തേക്കാ നോക്കുകയാണ്. എടോ, ഹൃദയത്തിന് ഈമാൻ ഉണ്ടെങ്കിൽ അത് തുണിയിലൂടെ പ്രകടമാകും. ഹൃദയത്തിന് ഈമാൻ ഉണ്ടെങ്കിൽ അത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ അത് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകും. ഹൃദയത്തിന് ഈമാൻ ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ പറയുമ്പോ അത് സമ്പത്തിലൂടെ പ്രകടമാകും. അല്ലാതെ ഹൃദയത്തിൽ ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുകയല്ല ചെയ്യാതെ. അതാ ഇബ്നു തൈമിയ്യ പറയുന്നത്, ഹൃദയത്തിലുണ്ടോ സറാ ദാലിക ഇലൽ ബദനി ബിൽളറൂറ, നിർബന്ധമായും ശരീരത്തിലേക്ക് അത് വരും. ലാ യുംകിനു അൻ യതഖല്ലഫൽ ബദനു അമ്മാ യുരീദുൽ ഖൽബ്, ഖൽബ് ഉദ്ദേശിക്കുന്നതും ശരീരം പ്രവർത്തിക്കുന്നതും രണ്ടാവൂല. അതുകൊണ്ടാണ് ചില ആളുകളുടെ സംസാരം കേൾക്കുമ്പോ, ചില ആളുകളുടെ പണികൾ കാണുമ്പോൾ നമ്മൾ എന്ത് പറയാറുണ്ട്, എടാ ഖൽബ് നന്നാകണം പറയാറില്ലേ? ഖൽബ് നന്നാകഞ്ഞിട്ടാണ്. അപ്പൊ ഖൽബ് നന്നായാലേ പുറത്തേക്ക് അത് പ്രകടിച്ചു വരികയുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളുടെ കൈകളിലൂടെ നാവുകളിലൂടെ തിന്മകൾ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അകത്തെന്തോ കേടുണ്ട് എന്നാണ്. ആ കേട് പരലോകത്തേക്ക് അപകടമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കതബ അല ബിനി ആദമ ഹദ്ദുഹു മിനസ് സിന, അല്ലാഹ് എല്ലാ മനുഷ്യരിലും വ്യഭിചാരത്തിന്റെ ഒരു വിഹിതം എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. ഫഹുവ മുദ്രികുൽ ദാലിക ലാ മഹാല, അത് അവൻ സമ്പാദിക്കുക തന്നെ ചെയ്യും, അത് അവനിലൂടെ പ്രവൃത്തി ഉണ്ടാവുക തന്നെ ചെയ്യും. ഫൽ ഐനാനി തസ്നിയാൻ, രണ്ട് കണ്ണുകളും വ്യഭിചരിക്കുന്നു. വസിനാഹു മന്നദറു, കണ്ണിന്റെ നോട്ടം, കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഒരാണും പെണ്ണും തമ്മിൽ ആണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ മാത്രമൊന്നുമല്ല, കണ്ണിന്റെ നോട്ടം കണ്ണിന്റെ വ്യഭിചാരമാണ്. രണ്ട് ചെവികളും വ്യഭിചരിക്കുന്നു. അവയുടെ വ്യഭിചാരം കേൾക്കലാണ്. കൈകളും വ്യഭിചരിക്കുന്നു. ആ കൈ കൊണ്ട് പോയി പിടിക്കലാണ്, അനർഹമായ തൊടലും പിടിക്കലുമാണ്. കാലുകളും വ്യഭിചരിക്കും. അതിന്റെ വ്യഭിചാരം ആ കാലുകൊണ്ട് നടന്നു പോകലാണ്. ഖൽബാണ് ആഗ്രഹിക്കുന്നത്, ഖൽബാണ് ഇച്ഛിക്കുന്നത്. കേട്ടോ, തുടക്കം അങ്ങോട്ടാ. ഖൽബ് ആഗ്രഹിക്കും കാണണം, ഖൽബ് ആഗ്രഹിക്കും കേൾക്കണം, ഖൽബ് ആഗ്രഹിക്കും പ്രവർത്തിക്കണം, നടക്കണം, തൊടണം.
അവസാനം എന്താ സംഭവിക്കുക? വൽ ഫർജു യുസദ്ദിഖു ദാലിക ഔ യുകദ്ദിബുഹു. ആ ഖൽബിന്റെ ഇച്ഛകളെ അവന്റെ ലൈംഗികാവയം ഒന്നുകിൽ സത്യപ്പെടുത്തും, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കും. എന്ന് പറഞ്ഞാൽ ഖൽബിന്റെ ആഗ്രഹം ലൈംഗികാവയം നടപ്പിലാക്കും, അല്ലെങ്കിൽ അല്ലാഹുവിനെ പേടിയുണ്ടോ അത് ഒഴിവാക്കുകയും ചെയ്യും. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസാണ്. ഇത് മനസ്സിലായി? പുറത്തേക്ക് കാണുന്നതെല്ലാം, ശരീരത്തിലൂടെ വരുന്നതെല്ലാം ഖൽബിന്റെ നല്ലതാണോ ചീത്തതാണോ എന്നറിയാനുള്ള മാനദണ്ഡമാണ്. എത്രത്തോളം എന്നറിയോ? ഈമാൻ പോലും നന്നാകണമെങ്കിൽ ഹൃദയം നന്നാകണം, ഖൽബ് നന്നാകണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ, ഒരു അടിമയുടെ ഈമാൻ നേരെ ചൊവ്വേ നിലനിൽക്കുകയില്ല, ഹത്താ യസ്തഖീമ ഖൽബുഹു, ഖൽബും നേരെ ചൊവ്വേ നിലനിൽക്കുന്നത് വരെ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ ഖൽബിനുള്ളിലേക്ക് ഒരു തിന്മ കയറിക്കൂടുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഖൽബ് കൊണ്ട് നല്ലത് ചിന്തിക്കാം, അതിന് നന്നാക്കാൻ എന്തൊക്കെ വഴികളുണ്ടോ ആ വഴികളൊക്കെ നമ്മൾ സ്വീകരിക്കാം. തെറ്റ് ചെയ്താൽ ഖൽബ് കേട് വന്നു പോകും. അങ്ങനെയാണ്. ഇപ്പൊ സാധാരണ നമുക്കൊക്കെ അറിയാം, പറയാണ്ട് തന്നെ സംഗതി എല്ലാവർക്കും അറിയാം. എന്താണെന്നറിയോ? ചില തെറ്റുകൾ നമ്മൾ കുറെ കാലം ചെയ്യാത്തൊരു തെറ്റ് നമ്മൾ പിന്നെ ചെയ്യുമ്പോൾ മനസ്സിലൊരു കുത്തുണ്ടാവും. ആ കുത്ത് പിന്നെന്തായി മാറും? ആ തെറ്റിങ്ങനെ ആവർത്തിച്ച് ചെയ്താൽ പിന്നെ തെറ്റല്ലാതെ തോന്നിത്തുടങ്ങും. അത് ഖൽബിന്റെ ഒരു മാറ്റാണ്, അത് വലിയ ദുരന്താണ്. ശ്രദ്ധിക്കണം നമ്മൾ. ഒരുപാട് കാലം ചെയ്തിരുന്ന ഒരു നന്മ ഒരു തവണ ഒഴിവാക്കുമ്പോൾ പ്രശ്നം തോന്നൂല, പിന്നെ അത് ഒഴിവാക്കുമ്പോൾ അത് പ്രശ്നമായിട്ടേ വരൂല. അപ്പൊ നന്മ ഒഴിവാക്കിയാലും പ്രശ്നമല്ല, തിന്മ ചെയ്താലും പ്രശ്നമല്ല എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഖൽബ് മാറിപ്പോകുന്നുണ്ട്. വിശ്വാസം പറഞ്ഞല്ലോ, ചില ഖൽബുകൾ അതിലിങ്ങനെ വെള്ളപ്പുള്ളികൾ വീഴുന്ന, നന്മ ചെയ്യുന്നിടത്തോളം അതിങ്ങനെ തിളങ്ങി വരും. തിന്മ ചെയ്താലോ ഒരു തിന്മക്ക് ഒരു കറുത്ത പുള്ളി വീഴും, അടുത്ത തിന്മ രണ്ടാമത്തെ കറുത്ത പുള്ളി, അവസാനം ആ ഹൃദയം കട്ടിയായി കറുത്തു പോകും. എന്നിട്ട് പറഞ്ഞ ഉദാഹരണം എന്താ അറിയോ? കൽക്കൂസി മുജഖിയ, കമഴ്ത്തി വെച്ച കലം പോലെ എന്നാ. അതാണ് റസൂൽ പറഞ്ഞ ഉദാഹരണം, കമഴ്ത്തി വെച്ച കലം പോലെ. എന്താ അർത്ഥം? ഒരു പാത്രം കമഴ്ത്തി വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ വെള്ളം അതിന്റെ ഉള്ളിൽ കയറൂല എന്നതുപോലെ ചില ഹൃദയങ്ങൾ കറുത്തുപോയിട്ട് ഒരു നന്മയും കയറാത്ത ഒരു കറുത്ത ഹൃദയമായി മാറും, ഒരു ഉപകാരവുമില്ലാത്ത ഹൃദയമായി മാറും. നന്മ പറയുന്നത് ഇഷ്ടമില്ല, നന്മ കേൾക്കുന്നത് ഇഷ്ടമില്ല, നന്മ എല്ലായിടത്തും അവൻ ഉണ്ടാവൂല, നന്മ പറയുന്ന ആളുകളെ പോലും ഇഷ്ടമില്ല, എന്തിനേയും പുച്ഛം, എന്തിനേയും അവഗണന, അങ്ങനെ താം തോന്നിയായി ജീവിക്കുന്ന അവസ്ഥ. എന്റെ കാരണം അറിയോ? ഹൃദയം കറുത്തുപോയി. അതുകൊണ്ട് സഹോദരന്മാരെ, ആ അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കുക. എന്താണെന്നറിയോ? ഇന്നലെ വരെ നമ്മൾ ചെയ്തിരുന്നൊരു നന്മ ഇന്ന് നമുക്ക് ചെയ്യണ്ടാന്ന് തോന്നുകയാണെങ്കിൽ എന്റെ ഹൃദയത്തിന് രോഗം വരുന്നുണ്ട് മനസ്സിലാക്കണം. ഇപ്പൊ ഇന്നലെ വരെ സ്വതക്ക കൊടുത്തു, മിനിഞ്ഞാന്ന് വരെ സ്വതക്ക കൊടുത്തു, ഇന്ന് തോന്നുകയാണ് ഇനിയിപ്പൊ സ്വതക്കൊന്നും കൊടുക്കണ്ട. അവന്റെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ, ഖൽബിന് തോന്നുകയാണെങ്കിൽ അതൊരു മാറ്റമാണ്. ആ മാറ്റം പേടിക്കണം. സാധാരണ കൃത്യമായി നമസ്കാരത്തിൽ എത്തിയിരുന്ന ഒരാള് പിന്നെ വൈകി വരാൻ തോന്നിയാൽ, ആ വൈകി വരുന്നതിൽ പ്രശ്നമില്ല തോന്നി തുടങ്ങിയാൽ മനസ്സിലാക്കണം എനിക്കെന്തോ രോഗമുണ്ട്. അല്ലെ? മനുഷ്യരോടൊക്കെ വളരെ മാന്യമായും നല്ല നിലക്കും സ്നേഹത്തോടും പെരുമാറിയിരുന്ന സംസാരിച്ചിരുന്ന ഒരാള് ഇന്നു മുതൽ അവന്റെ സംസാരത്തെ ശൈലികളൊക്കെ മാറി തുടങ്ങുകയാണെങ്കിൽ മനസ്സിലായിക്കോ എന്തോ കേടുള്ളിൽ വന്നിട്ടുണ്ട്. ഇന്നലെ വരെ ബന്ധങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്, കുടുംബ ബന്ധം ചേർക്കലുകളുണ്ട്, എല്ലാം നന്മയുണ്ട്. ഇങ്ങനെ ഓരോ നന്മയും നമ്മൾ ആലോചിക്കുക. അതിലിങ്ങനെ മാറ്റം വരുന്നുണ്ടെങ്കിൽ എന്റെ ഹൃദയത്തിന് എന്തോ അപകടമുണ്ടെന്ന് മനസ്സിലാക്കുകയും ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, റബ്ബേ ഹിദായത്ത് തന്ന ശേഷം ഹൃദയത്തിൽ തെറ്റിച്ചു കളയരുത് എന്നുള്ള നിരന്തരമായ പ്രാർത്ഥന. ഇതാണ് നമ്മുടെ പരലോക വിജയത്തിന് അടിസ്ഥാനമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള ഒരു സമൂഹമാണ് ബനൂ ഇസ്രായേൽ. അവരിലൂടെ ഒരു ഉപമ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരാം. ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടും അവരെന്ത് ചെയ്തു? നന്മ ചെയ്യുന്നതിന് പകരം
അവർ തിന്മയിലേക്ക് നീങ്ങി ആ തിന്മയിൽ ശടിച്ചു നിന്ന് ഹൃദയങ്ങളൊക്കെ ആ ഒരു രൂപത്തിലായിപ്പോയി. ഒരാളുടെ അല്ല, ഒരു സമൂഹത്തിന്റെ മുഴുവൻ, ഒരു ജനതയുടെ മുഴുവൻ അങ്ങനെ ആയിപ്പോയി എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ജനതയെ മുഴുവൻ ശിക്ഷിക്കാനും അത് കാരണമായി തീർന്നു. ജനങ്ങളുടെ മുഴുവൻ ഹൃദയങ്ങൾ മാറിയ അവസ്ഥ വന്നപ്പോ അള്ളാഹുവിന്റെ ശിക്ഷ എല്ലാവർക്കും ഒന്നിച്ചിറങ്ങി. സൂറത്ത് സൊഫിലെ 5-ാമത്തെ ആയത്ത്, അവർ തെറ്റിപ്പോയപ്പോൾ അള്ളാഹ് അവരുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളഞ്ഞു. അള്ളാഹ് ആരെയും വെറുതെ നരകത്തിലേക്ക് കൊണ്ടുപോകുകയല്ല, അള്ളാഹ് വിളിച്ച വഴിയിലേക്ക് വരുന്നില്ല. അവർ സ്വയം തെറ്റാൻ ഉദ്ദേശിച്ചു. അപ്പൊ പിന്നെ നുവല്ലിഹി മാത്തവല്ല എന്ന് പറഞ്ഞ ആ പോണ വഴിക്ക് വിടും. അതാണ് അസാഖല്ലാഹു ഖുലൂബഹും, അള്ളാഹ് അവരുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളഞ്ഞു. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അള്ളാഹ് ഫാസിഖുകളായ ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കൂല. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, ഫതബയ്യന, ഈ ആയത്ത് മനസ്സിലാക്കാം എന്താണ്, അന്ന സബബ ഫീ ഹാദൽ ഇൻഖിലാബി, ഹൃദയം ആദ്യത്തെ അവസ്ഥയിൽ നിന്നും മറ്റൊരു തെറ്റായ അവസ്ഥയിലേക്ക് നീങ്ങാനും മാറാനുമുള്ള കാരണം ഹുവൽ ഇദ്മാനു അലൽ മആസി, തിന്മകളിൽ ഉറച്ചു നിൽക്കലാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതും. ഞാൻ ഈ പോയിന്റ് പറയാനുള്ള കാരണവും അതാണ്. തിന്മകൾ നമുക്ക് ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടാകരുത്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാലോ അതിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കണം. കാരണം തിന്മകൾ നിരന്തരം ചെയ്താൽ പിന്നെ ഹൃദയത്തെ പിടിച്ചാൽ കിട്ടൂല. നമ്മൾ പറഞ്ഞത് നമ്മുടെ കയ്യിലല്ല അത്. അതുകൊണ്ട് തന്നെ തിന്മകളിൽ ഒരാൾ ശടിച്ചു നിൽക്കലും നിരന്തരം തിന്മകൾ ചെയ്യലും ഖൽബിന്റെ മാറ്റത്തിന് കാരണമാണ്. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു കാലോ അള്ളാഹുവിന്റെ ശിക്ഷ ആ രൂപത്തിൽ എല്ലാവർക്കും വന്നെത്തുകയും ചെയ്യും. അപ്പൊ റബ്ബ് നമ്മെ ജാഗരൂകനാക്കുകയാണ്, നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. മിൻ സ്വനീഇഹിം വഅമാലിഹിം, ഈ ബനൂ ഇസ്രായേലിൽ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യരുത് എന്നുള്ള നിലക്ക് ഹൃദയങ്ങളെ നന്നാക്കാനുള്ള ഏറ്റവും 2 പ്രധാനപ്പെട്ട മാർഗങ്ങളുണ്ട്. അതുകൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. ഒന്ന്, ദുനിയാവിലെയും അതിന്റെ ആസ്വാദനങ്ങളെയും നിസ്സാരമായി കാണുകയും പരലോകത്തെയും അവിടുത്തെ അനുഗ്രഹങ്ങളെയും അവിടുത്തെ പദവികളെയും നമ്മൾ ആഗ്രഹിക്കുകയും അതിനെ വലുതായി കാണുകയും ചെയ്യാം. ഹൃദയം നന്നാകാനുള്ള ഏറ്റവും വലിയ മാർഗം അതാണ്. ദുനിയാവിലെ ഏത് സുഖവും ഏത് സന്തോഷവും ഏത് ആഡംബരവും ഏത് ഭംഗിയും അതൊക്കെ താൽക്കാലികങ്ങളാണെന്ന് കരുതി പരലോകമായ ആ വലിയൊരു ലോകമുണ്ടല്ലോ അതാണ് ഏറ്റവും വലുത് എന്ന് ആ മനസ്സിലേക്ക് അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് അതനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. കാരണം എന്താ, ഈ ലോകത്തുള്ള എല്ലാം നശിക്കാനുള്ളതാണ്. ഇവിടത്തെ എല്ലാ സുഖങ്ങളും നൈമിഷികങ്ങളാണ്. ഒരു ഹദീസ് നമ്മൾ പലപ്പോഴായി കേൾക്കാറുണ്ട്, സാന്ദർഭികമായി ഉണർത്തട്ടെ. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുതാ ബി അൻഅമി അഹ്ലി ദുനിയാ മിൻ അഹ്ലി നാരി യൗമൽ ഖിയാമ. ഇത് വളരെ ഗൗരവമുള്ള ഹദീസാണ്, ഇമാം മുസ്ലിമിന്റെ ഒരു ഹദീസ്. ഈ ലോകത്തെ എല്ലാ സുഖവും സന്തോഷവും അനുഗ്രഹങ്ങളും എല്ലാം അനുഭവിച്ചവനാണ്. ഈമാനില്ല, പരലോകത്ത് കൊണ്ടുവരും, അവൻ നരകത്തിലേക്കുള്ളവനാണ്. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഫയുസ്ബഗു ഫിന്നാരി സുബ്ഗതൻ, നരകത്തിൽ ഒരു സെക്കൻഡ് ഒന്ന് മുക്കിയെടുക്കുന്ന. ഇതൊന്നും ആലങ്കാരിക പ്രയോഗങ്ങളൊന്നുമല്ല. മീസാനുണ്ട്, തുലാസുണ്ട്, പരലോകമുണ്ട്, സ്വർഗമുണ്ട് എന്നല്ല പഠിപ്പിച്ച അതേ അള്ള പറയാം. ഇതാ ഈ ലോകത്തിന് അവനൊരു സുഖം അനുഭവിക്കാൻ ബാക്കിയില്ല, എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. അവനെ കൊണ്ടുവന്നിട്ട് നരകത്തിൽ ഒന്ന് മുക്കിയെടുക്കും. തുമ്മയഖൂൽ, അവനോട് ചോദിക്കുകയാണ്, യബ്ന ആദം, അല്ലയോ മനുഷ്യ, ഹൽ റഅയ്ത ഖൈറൻ ഖത്തു ഹൽ മർറ ബിക നഈമുൻ ഖത്തു, ദുനിയാവിൽ നീ വല്ല ഖൈറും കണ്ടിട്ടുണ്ടോ, വല്ല സുഖം അനുഭവിച്ചിട്ടുണ്ടോ? അവൻ പറയും, യഖൂലുല്ല വല്ലാഹി, അല്ലാഹുവാണേ സത്യം, യാ റബ്ബ്, ഇല്ല റബ്ബേ, ഒന്നും ഞാൻ കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. ആരാ പറയണത്? എല്ലാം അനുഭവിച്ചവൻ. അപ്പോ ഒരു സെക്കൻഡ് നരകശിക്ഷ അനുഭവിച്ചപ്പോ അപ്പൊ ആ നരകം എന്താണ്, ഈ ദുനിയാവ് എന്താണ്? ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഖൽബ് നന്നാകും. അതാണ് ഞാൻ പറഞ്ഞത്, ഇഹലോകത്തുള്ള എന്തും ചെറുതാണ്, പരലോകത്തുള്ളത് അതാണ് വലുത്. ശിക്ഷയാണെങ്കിലും വലുതാണ്, സ്വർഗമാണെങ്കിലും വലുതാണ്. ആ ചിന്ത തമ്മിൽ എപ്പോഴും വേണം. പിന്നെയോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വയുതാ ബി അശദ്ദിന്നാസി ബുഹ്സൻ ഫിദ്ദുനിയാ മിൻ അഹ്ലിൽ ജന്ന, ഈ ലോകത്ത് എന്നും ദാരിദ്ര്യം, എന്നും പ്രയാസം, എന്നും പട്ടിണിയും കഷ്ടപ്പാട് ബുദ്ധിമുട്ടും സുഖങ്ങളും ഉണ്ടായിട്ടില്ല. അങ്ങനെ ജീവിച്ച മനുഷ്യൻ പക്ഷെ ഈമാനുണ്ട്, അവൻ സ്വർഗത്തിലേക്കുള്ളവനാണ്, അവന് കൊണ്ടുവരും. എന്നിട്ട് സ്വർഗത്തിലേക്ക് ഒന്ന് പ്രവേശിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അന്ന് ചോദിക്കുകയാണ്, യബ്ന ആദം, അല്ലയോ മനുഷ്യ, ഹൽ റഅയ്ത ബുഅ്സൻ ഖത്തു, ദുനിയാവിൽ നീ വല്ല പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ, വല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അവൻ പറയും, ലാ വല്ലാഹി യാ റബ്ബ്,
ഇല്ല റബ്ബേ, എനിക്ക് ദുനിയാവിൽ ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം ഞാൻ അനുഭവിച്ചിട്ടില്ല. ഒക്കെ മറന്നു. എപ്പോ? ഒരു സെക്കൻഡ് സ്വർഗത്തിൽ നിന്ന് പോയി വന്നപ്പോ. നമുക്ക് ഏതു വേണം? അതാ നമ്മുടെ മനസ്സിലുണ്ടാക്കേണ്ടത്. ഹൃദയം നന്നാകണമെങ്കിൽ ആദ്യം വേണ്ടത് ഈ ചിന്തയാണ്. അതോടൊപ്പം വേണ്ട മറ്റൊരു ചിന്തയാണ് കത്തിജ്വലിക്കുന്ന നരകം. അത് കഠിനമാണ്, അത് സഹിക്കാൻ കഴിയില്ല. അതിന്റെ ജ്വാലകളും അതിന്റെ തീപ്പൊരികളൊക്കെ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, വിശദീകരിക്കുന്നില്ല. അതെപ്പോഴും മനസ്സിലുണ്ടാകണം. അൽ ജന്നത്തു ഹഖുൻ വന്നാറു ഹഖുൻ. സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. നമ്മുടെ ഹൃദയത്തെ നന്നാക്കാനുള്ള ഏറ്റവും രണ്ടാമത്തെ ഒരു വലിയ മാർഗമാണ് ആ നരകത്തെ കുറിച്ചുള്ള എപ്പോഴും ഓർമ്മയുണ്ടാവുക എന്നുള്ളത്. ഖുർആൻ 2 തരം ഹൃദയം പറഞ്ഞു: ഖൽബുൻ സലീം, ഖൽബുൻ മുനീബ്. ഇത് 2 നമുക്കുണ്ടാകണം. ഇത് 2 എവിടെ പറഞ്ഞെന്നറിയോ? സ്വർഗം പറയുന്നിടത്ത്, പരലോക രക്ഷ പറയുന്നിടത്ത്. ഖൽബുൻ സലീം, അതാണ് ഞാൻ ആദ്യമായി ഓതി വെച്ച ആയത്തില് അല്ലാഹു തആല പറഞ്ഞല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, പടച്ചവനെ നീ പരലോകത്ത് രക്ഷപ്പെടുത്തണേ. അവിടെ മക്കളും ഫലം ചെയ്യൂല, കുടുംബം ഫലം ചെയ്യൂല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. മക്കളോ കുടുംബമോ സമ്പത്തോ ഒന്നും ഫലം ചെയ്യാത്ത ദിവസം. അവിടെ എന്താ ഫലം ചെയ്യാ? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ശുദ്ധമായ ഹൃദയം കൊണ്ടുവന്നവൻ. ശിർക്കിന്റെ ചിന്തയില്ല, കുഫറിന്റെ ചിന്തയില്ല, ഹറാമിന്റെ ചിന്തയില്ല, വേണ്ടാത്ത ചിന്തകളില്ല, നന്മ മാത്രമുള്ള ഹൃദയം. അതാണ് സലീമായ ഹൃദയം. നമ്മൾ മരിക്കുന്നതിന് മുമ്പേ നമ്മൾ എന്നും നമ്മുടെ ഡ്രസ്സല്ല അലക്കേണ്ടത്. ഡ്രസ്സ് അലക്കണ്ടെന്നല്ല, അതിന് മുമ്പ് അലക്കി വൃത്തിയാക്കേണ്ട ഒന്നുണ്ട്, അതാണ് ഹൃദയം. ഇനി സൂറത്ത് ഖാഫിൽ അല്ലാഹു തആല അതിന് അവസാന ഭാഗത്ത് പറഞ്ഞതെന്നറിയോ? മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്. റഹ്മാനായ റബ്ബിനെ മറഞ്ഞ നിലയ്ക്ക് ഭയപ്പെടുന്ന ആളുകൾ. വജാഅ ബിഖൽബിൻ മുനീബ്. മുനീബായ കൽബുമായി വരുന്ന ആളുകൾ. എന്താ മുനീബായ കൽബ് എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിലേക്ക് മടങ്ങിയ കൽബ്. മനുഷ്യനാണ് തെറ്റിലേക്ക് പോയി, തെറ്റിലേക്ക് നീങ്ങി, തെറ്റ് കണ്ടൊക്കെ സ്വാഭാവികം. പക്ഷേ മടങ്ങണം, മടക്കം അനിവാര്യം. കൽബ് കൊണ്ട് മടങ്ങണം അവൻ. അങ്ങനെ മടങ്ങിയ ഹൃദയവുമായി റബ്ബിലേക്ക് വന്നവൻ, അതാണ് വജാഅ ബിഖൽബിൻ മുനീബ്. ഈ 2 ഹൃദയം അല്ലാഹു പറഞ്ഞു, ഖൽബുൻ സലീമും ഖൽബു മുനീബും. ഈ മുനീബായ കൽബുമായി വന്നാൽ, മടങ്ങിയ ഹൃദയവുമായിട്ട് വന്നാൽ അല്ലാഹു പറയും ഉദ്ഖുലൂഹാ ബിസലാം. പ്രവേശിച്ചോളൂ സ്വർഗത്തിലേക്ക് സമാധാനത്തോടെ. ദാലിക യൗമുൽ ഖുലൂദ്. ഇനി ശാശ്വതത്തിന്റെ ദിവസങ്ങളാണ്. ലഹും മാ യശാഊന ഫീഹാ. അവർക്ക് അതിൽ ഉദ്ദേശിക്കുന്നതെല്ലാം ഉണ്ട്. വലദൈനാ മസീദ്. നമ്മുടെ അടുക്കൽ കൂടുതലുമുണ്ട്. ഈ കൂടുതലുണ്ട് കാരണം എന്താ അറിയോ? തഫ്സീറുകൾ കാണാൻ അല്ലാഹനെ കാണാൻ കഴിയാന്നുള്ളതാണ്. സ്വർഗത്തിലെല്ലാം ഉണ്ട്, അതിന് പുറമെ മറ്റൊന്നുകൂടി. അതെന്താ? അള്ളാഹുവിനെ കാണാൻ കഴിയുക. അതൊരു പ്രതിഫലമാണ് സ്വർഗത്തിന്റെ. സത്യനിഷേധികൾക്ക് അള്ളാഹിനെ കാണാൻ കഴിയില്ല. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമൈദിൻ ലമഹ്ജൂബൂൻ. അള്ളാഹുവിനും അവർക്കും ഇടയിൽ മറയുണ്ട്, അവർക്ക് കാണാൻ കഴിയില്ല. അതൊരു ശിക്ഷയാണ് അള്ളാഹിനെ കാണാൻ കഴിയാതിരിക്കുക എന്നുള്ളത്. നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നില്ലേ? ആ റബ്ബിനെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ തൗഫീഖ് ആർക്കാണെന്നറിയോ? വജാഅ ബിഖൽബിൻ മുനീബ്. റബ്ബിലേക്ക് തൗബയിലൂടെ, പശ്ചാത്താപത്തിലൂടെ, നന്മയിലൂടെ മടങ്ങിയ ഹൃദയങ്ങളുമായി പരലോകത്ത് വന്നവർക്ക്. ആ ഹൃദയം നമുക്കൊക്കെ വേണം. എനിക്കും വേണം, നിങ്ങൾക്കും വേണം. ആരും നമ്മൾ രക്ഷപ്പെടുത്താനില്ല. അങ്ങനത്തെ ഒരു ലോകവും നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നന്മകൾ മാത്രം ചിന്തിക്കാൻ, നന്മകൾ മാത്രം പറയാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സഹോദരന്മാരെ, അവധിക്കാലം വരികയാണ്. നമ്മുടെ മക്കള് വെറുതെ സമയം കഴിച്ച് കൂട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. നമുക്ക് അവരെ ഉപയോഗപ്പെടണം. നമുക്ക് നമ്മുടെ മക്കള് അത് ഉപയോഗപ്പെടാനുള്ള ഏറ്റവും അടിസ്ഥാന കാര്യം അവർക്ക് ദീന് കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ആദർശ കൂട്ടായ്മ, നമ്മുടെ സംഘടന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് 2ാം ക്ലാസ് മുതൽ ഹൈസെക്കൻഡറി തലത്തിലുള്ള വിദ്യാർത്ഥികൾ, ഹൈസ്കൂൾ തലത്തിലുള്ള വിദ്യാർത്ഥികൾ വരെ അവർക്ക് പഠിക്കാനുള്ള ഓരോരോ സമയങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് പ്രത്യേകമായ കേന്ദ്രങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോന്നിന്റെയും സമയമാകുമ്പോൾ നമ്മൾ അത് അറിയിക്കും. നമ്മൾ ആ മക്കളെ അതിൽ കൊണ്ടുപോയി ആക്കുകയും 2-3 ദിവസത്തെ ക്യാമ്പുകളാണ്. അവിടെ കുട്ടികൾ പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ, അവർ ദീനറിയുന്നവരാകട്ടെ. നമുക്ക് ഏറ്റവും സന്തോഷമുള്ള, കൺകുളിർ കുളിർമയുള്ള മക്കളായി അല്ലാഹു തആല നമുക്ക് അവരെ ആക്കിത്തരണം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും വേണം. അല്ലാഹു തആല എല്ലാ നിലക്കുമുള്ള നന്മകളിലൂടെ മുന്നേറാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ മാസങ്ങളിലും നമ്മൾ ഒരു കളക്ഷൻ നമ്മുടെ തണൽ ഡയാലിസിസ് സെന്ററിന് വേണ്ടി ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിന്റെ ദിവസമാണ്. എല്ലാവരും കഴിവിന്റെ പരമാവധി സഹായിക്കണം, പരലോകത്തേക്ക് വേണ്ടി ചെയ്തു വെക്കണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم طيب ثراهم واجعل الجنة مأواهم
اللهم لا تشوي خلقنا بالنار ولا تجعلنا من حطب النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم اغفر لنا ولوالدينا اللهم اغفر لنا ولوالدينا اللهم اعتقنا واعتق والدينا من النار اللهم إنا نسألك الفردوس الأعلى اللهم تقبل منا صيامنا اللهم تقبل منا قيامنا اللهم تقبل منا تلاواتنا اللهم تقبل منا صدقاتنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين